കഥയാണ് ഇത്. കണ്ടിറങ്ങുമ്പോൾ തന്നെ കറക്റ്റ് മീറ്റർ ചാക്കോച്ചൻ എന്നൊരു ആക്ടർ ഇത്രയും ഗംഭീരമായി പെർഫോം ചെയ്ത ഒരു സിനിമ വേറെ ഉണ്ടോ എന്ന് ഈയിടെ കണ്ടത് വെച്ചിട്ട് ഏറ്റവും മികച്ച സിനിമ എന്ന റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്യാരക്ടർ ആവാൻ വേണ്ടി ഇതിൽ പ്രിപ്പറേഷൻസ് വന്നിരുന്നു. ഇതിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൂ, ഞാനൊരു പ്രോസസ്സിൽ വിശ്വസിക്കുന്ന ആളാണ്. ഇപ്പം ഒരു കഥ കേൾക്കുമ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആകുന്നു, അത് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള സിനിമകളിൽ നിന്നും എത്രത്തോളം മാറി നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ ഒരുപാട് ഭ്രമിപ്പിക്കാറുണ്ട്. ആ കഥാപാത്രമാകാൻ വേണ്ടി നമുക്ക് ഇനി എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളൊരു അന്വേഷണവും ഒരു പഠനവും അതിൻ്റെ ഭാഗത്തായിട്ടുണ്ടോ. ഷാഹി നേരത്തെ സൂചിപ്പിച്ചു, ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്തു എന്ന് പറയുന്ന കൂട്ടത്തിൽ ഞങ്ങൾ യാത്ര ചെയ്ത് വേറൊരു രീതിയിലായിരുന്നു. ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഹരിശങ്കറിൻ്റെ ഒരു ഇമോഷണൽ ട്രാവലും കൂടെ ഈ സിനിമയിലുണ്ട്. അപ്പം ഇയാളുടെ ഇമോഷണൽ ഒരു പാറ്റേൺ എങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ വേരിയേഷൻസ് എങ്ങനെ ആയിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് സൈക്കാട്രിസ്റ്റുകളോട് നമ്മൾ സംസാരിക്കുകയും അവരുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫിസിക്കലിയും ഡിമാൻഡിങ് ആയിട്ടുള്ള ക്യാരക്ടറായിരുന്നു ഹരിശങ്കർ. അപ്പം അതിനുവേണ്ടി അതിനുള്ള റിഹേഴ്സൽസും കാര്യങ്ങളൊക്കെ ഇപ്പം പുറകെ ഇരിക്കുന്ന കുറച്ച് ടീമുകളുണ്ട്, അപ്പോൾ അവരോടൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ റിഹേഴ്സൽസ് അല്ലെങ്കിൽ കഥാപാത്രത്തിന് വേണ്ടിയുള്ള പഠനങ്ങൾ അത് സംവിധായകനോടൊപ്പം അല്ലെങ്കിൽ തിരക്കഥാകൃത്തിനോടൊപ്പം ആ യാത്രകളും സംഭാഷണങ്ങളുമെല്ലാം ഒരുപാട് എന്നെ ഹെൽപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു സെറ്റിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ ഫസ്റ്റ് ഡേ ആ ഒരു ലൊക്കേഷനിലേക്ക് നമ്മൾ വരുന്നു, ആ പോലീസ് യൂണിഫോമിൽ വരുന്നു, നമ്മൾ പറയുന്ന ഡയലോഗുകളും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം, വ്യക്തമായിട്ട് അറിയാം. അതിനുവേണ്ടി നമ്മൾ ആ ലൊക്കേഷനിൽ ആ ക്യാമറയുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ആ ഒരു ആംബിയൻസ്, നമ്മുടെ കൂടെ അഭിനയിക്കുന്ന ആൾക്കാർ, ഇതെല്ലാം നമ്മളെ ആ ക്യാരക്ടറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അറിഞ്ഞും അറിയാതെയും ഒരുപാട് ഹെൽപ്പ് ഔട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഞാൻ ഒരുപാട് ഭാഗ്യവാനാണ്. കാരണം ഈ തരത്തിലെല്ലാം കൂടെ നിൽക്കുന്നവരാണെങ്കിലും കൂടെ അഭിനയിക്കുന്നവരാണെങ്കിലും എല്ലാം ആ തരത്തിൽ എന്നെ ഹെൽപ്പ് ഔട്ട് ചെയ്യാനുണ്ട്. ആ ഒരു കഥാപാത്രമായിട്ട് മാറാനായിട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ എന്ത് വേണം എന്ത് വേണ്ട എന്നുള്ളതിനെ പറ്റി വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു ടീമുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സംവിധായകനും തിരക്കഥാകൃത്തുമുണ്ടെങ്കിൽ, ഒരു അഭിനേതാവിന് ജസ്റ്റ് അങ്ങനെ നിന്നു കൊടുത്താൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബാക്കിയെല്ലാം സ്വാഭാവികമായിട്ടുണ്ടാവും. ഓർഗാനിക് ആയിട്ടുള്ളൊരു ഗ്രോത്തും ഒരു ഡെവലപ്മെൻറ്റും ഒരു ഇൻവോൾവ്മെൻറ്റും എല്ലാം ഈ കഥാപാത്രത്തിനുണ്ടായിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, ശരിക്കും ഞാനും അതിൽ അപ്പോൾ ആ ഇൻട്രോ സീൻ തന്നെയാണ് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്തത് സിനിമയുടെ. അപ്പോൾ ആ ഡയലോഗുകൾ പറയുമ്പോഴും ആ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ശ്രീകാന്ത് ചേട്ടൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഷോട്ട് കഴിഞ്ഞിട്ട് പുള്ളിയുടെ അടുത്ത് വന്ന് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഫീഡ്ബാക്ക് തന്നു. അപ്പോൾ അത് ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ നമുക്ക് ശരിക്കും ഒരു അവാർഡ്, ഒരു അംഗീകാരം കിട്ടുന്നതിന് തുല്യമാണ്. അപ്പോൾ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അറിഞ്ഞും അറിയാതെ നമ്മളെ കഥാപാത്രം മാറാൻ വേണ്ടി ഒരുപാട് ഫാക്ടേഴ്സ് ഹെൽപ്പ് ഔട്ട് ചെയ്യുന്നുണ്ട്. അത് ത്രൂ ഔട്ട് ഈ സിനിമയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. നായകനെ പോലെ തന്നെ തുല്യമാണ് വില്ലനും. അപ്പോൾ കണ്ട പ്രേക്ഷകർ ഏറ്റവും പറയുന്നത് ചിലൊരു ബോളിവുഡ് ലെവലിലേക്ക് അല്ലെങ്കിൽ ഒരു ഹോളിവുഡ് ലെവലിലേക്ക് പെർഫോം ചെയ്ത ഒരു ആക്ടറാണ് താങ്കൾ. ഒരു ജോക്കർ ആ ലെവലുണ്ട്, എക്സ്പ്രഷൻ കാര്യങ്ങളൊക്കെ ആ ലെവലിൽ പെർഫോം ചെയ്യുന്ന ഒരു വേഴ്സറ്റൈൽ ആക്ടറാണ് താങ്കൾ. അപ്പം ആ എങ്ങനെയുണ്ട് ചാക്കോച്ചനെ പോലെ ഒരു നായകനെ കൂടെ പിടിച്ചിരിക്കാനുള്ള വിട്ടിരിക്കാനുള്ള ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര എൻജോയ് ചെയ്താണ് ഞങ്ങളെല്ലാവരും. സിനിമയിൽ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ട് കാണുന്ന സീൻസൊക്കെ ശരിക്കും നമ്മൾ ഭയങ്കര ചിരിച്ചും കളിച്ചും എൻജോയ് ചെയ്താണ് ചെയ്യുന്നത്. എസ്പെഷ്യലി ഇത്രയും നല്ലൊരു ടീമുള്ളപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇറ്റ്സ് വെരി ഈസി, ഓർഗാനിക്കലി ഇത് സംഭവിക്കും. നമുക്കൊരു സ്പേസ് തന്ന ഒരു ഡയറക്ടറാണ്, ഒരു പ്രൊഡ്യൂസറാണ്, ഒരു എൻറ്റയർ ടെക്നിക്കൽ ടീമും കോ ആക്ടേഴ്സും ഒക്കെയാണ്. അപ്പോൾ ഐ തിങ്ക് ക്രെഡിറ്റ് ഗോസ് ടു ദെം. ഓഫ് കോഴ്സ് ഇതിന് ഈ ഒരു ക്യാരക്ടർ ഭയങ്കര ഹെവി ഡ്രഗ് യൂസറാണ്. അതിനുള്ള കുറച്ച് റീസെർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നു. പക്ഷേ അതർ ദാൻ ദാറ്റ് ക്രെഡിറ്റ് ഗോസ് ടു ആർ സ്ക്രിപ്റ്റ് ആൻഡ് ഭയങ്കര സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. പക്ഷേ മീഡിയക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇതിന്റെ ഡയറക്ടർ സോഷ്യൽ മീഡിയയിലൊന്നും ഇല്ലല്ലോ. ഞാൻ പൊതുവെ ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ടാണ്. പക്ഷെ എനിക്ക് ആവശ്യത്തിലുള്ള കാര്യങ്ങൾ ഞാൻ എടുക്കാറുണ്ട് കേട്ടോ.